ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം ഒരു മെഡിറ്റേഷനിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഞെട്ടല് നിവർത്തിയിരിക്കാൻ നോക്കുക. അതിനെ ഫ്രീ ആയിട്ട് വിടാം. ഓക്കെ, കണ്ണുകള് അടക്കുക, കൈ രണ്ടും നിവർത്തി പിടിക്കുക. നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ള എല്ലാ ചിന്തകളെയും ഒഴിവാക്കുക. ഓക്കെ, ശ്വാസം മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളിലുള്ള നല്ല എനർജിയെ മാത്രം, നല്ല ചിന്തകളെ മാത്രം നമ്മൾ കൊണ്ടുവരിക. ആ ശ്വസനത്തെ നമ്മൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മളിൽ ഇന്ന് നടന്നുപോയ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നല്ല രീതിയിൽ പുറത്തേക്ക് കളയുക. അതോടൊപ്പം ആത്മാർത്ഥമായി നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ആത്മാവ് എന്താണ്, ഞാൻ നിലനിൽക്കാൻ കാരണം എന്താണ് എന്നുള്ള ആത്മാവിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരിക. കാൽപാദത്തെ ഫ്രീ ആക്കി വിടുക. അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തിനാണ് എൻ്റെ കാൽപാദം? അതുകൊണ്ട് ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും നന്മയുള്ളതാണ് എന്നുള്ള ബോധത്തോടു കൂടെ അതിനുശേഷം നമ്മുടെ കാൽ മുട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ അരക്കെട്ടിന്റെ ഭാഗത്തേക്ക്, അതിനുശേഷം നിങ്ങളുടെ നെഞ്ചു വരെയുള്ള ഭാഗങ്ങളെ കേന്ദ്രീകരിക്കുക. അതിനുശേഷം കഴുത്തു വരെയുള്ള ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ തലയുടെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക. തലയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വിശാലമായ നമ്മളുടെ ബ്രെയിനിനെ മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുക. വേറെ എല്ലാം മായ്ച്ചു കളഞ്ഞ് ബ്രെയിനിനെ മാത്രം വളരെ നിസ്സാരമായിട്ട് വളരെ സുന്ദരമായിട്ട് നിൽക്കുന്ന നമ്മുടെ ആ ഒരു ബ്രെയിൻ, അതിൽ നിലകൊള്ളുന്ന നമ്മുടെ ആത്മാവിനെ നിങ്ങളൊന്ന് കാണുക. എന്താണ് നിങ്ങളുടെ ആത്മാവ്? എന്തിനാണ് നമ്മളുടെ ആത്മാവ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ആത്മാവിനെ ഒരു നക്ഷത്ര രൂപത്തിൽ നിങ്ങൾ കാണുക. തിളങ്ങുന്ന, ആർജമുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയായി തിളങ്ങുന്ന ഒരു നക്ഷത്രത്തിനെ മാത്രം നിങ്ങൾ കേന്ദ്രീകരിക്കുക. അത് നിങ്ങളുടെ ആത്മാവാണെന്ന ഉറച്ച തീരുമാനത്തിൽ ഉൾക്കൊള്ളുക. ആ ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ആത്മാവ് കടന്നു വരുന്നതായി ഉൾക്കൊള്ളുക. ആ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങളിലുണ്ടാവുന്ന മാറ്റം നിങ്ങളുടെ ശരീരത്തിലേക്ക് മൊത്തമായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ഫീൽ ചെയ്യുക. ആത്മാവ് നിങ്ങളുടെ പുരികങ്ങളുടെ നടുവിലായിട്ട് ആ ഒരു പോയിന്റിൽ സ്പർശിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക. അതിന്റെ ഒരു പ്രകാശം മെല്ലെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഗ്രന്ഥികളിലും ഓരോ അവയവത്തിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും ആ ആത്മാവിനെയും അതിന്റെ പോസിറ്റീവ് എനർജിയെയും നിങ്ങൾ പാസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആ എനർജി എത്തുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക. മറ്റുള്ള എല്ലാ ചിന്തകളെയും ഒഴിവാക്കുക.
ഞാൻ ജീവിക്കുന്നത് എൻ്റെ ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആത്മാവ് എന്നിൽ നിന്നും പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന ചിന്തയോടുകൂടെ ആത്മാവിനെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വത്തോടു കൂടെ മാത്രം പോസിറ്റീവ് എനർജിയെ മാത്രം നിങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരിക. ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ഈ ഒരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി എപ്പോഴും നിലനിൽക്കണം എന്നുള്ള ദൃഢമായ ഒരു നിശ്ചയം എടുക്കുക. മനസ്സിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളെയും നിങ്ങൾ പുറത്തേക്കാക്കുക. നന്മയെ മാത്രം ഉള്ളിലേക്ക് കൈവരിക്കുക. എല്ലാ കാര്യങ്ങളും നല്ലതിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ദൃഢനിശ്ചയത്തിലേക്ക് വരിക. മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കുക. എല്ലാവരോടും ക്ഷമ പറയുക. എല്ലാവരോടും നമ്മളിൽ എന്ത് തെറ്റുകൾ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം പറഞ്ഞ പരിഭവങ്ങൾ പറഞ്ഞ എല്ലാവരോടും മൊത്തമായിട്ട് ക്ഷമ ചോദിക്കുക. ഒരാളോട് പോലും ഒരു ചെറിയ രീതിയിൽ പോലും വെറുപ്പുകളോ കുശുമ്പുകളോ ഒന്നുമില്ലാത്ത ഒരു ആത്മാവിനെയും അതിൻ്റെ ശരീരത്തെയും നിങ്ങൾ കാണുക. എല്ലാവരോടും നന്ദി പറയുക. നമ്മൾ നിലനിൽക്കാൻ ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂത തത്വങ്ങൾ പ്രകാരമാണ് ശരിക്കും മനുഷ്യ നിർമ്മിതം. ഈ പഞ്ചഭൂത തത്വങ്ങളെ കണക്കാക്കി പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളോടും നന്ദി കാണിക്കുക. എല്ലാ കാര്യങ്ങളോടും നന്ദി കാണിക്കുക. എല്ലാത്തിനെയും സ്നേഹത്തിന്റെ ഭാഷയിൽ നിറപുഞ്ചിരിയോടെ എല്ലാവരെയും സ്നേഹിക്കുക. ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക. രണ്ടു കൈകളും കൂട്ടിത്തിരുമ്പി ചൂടാക്കിയിട്ട് രണ്ട് കൈകൾ കൊണ്ടും നിങ്ങളുടെ രണ്ട് കണ്ണിന്റെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ കണ്ണ് തുറക്കാൻ തോന്നുന്നത് ആ സമയത്ത് സാവകാശം റിലാക്സ് ആയിട്ട് നിങ്ങൾ മെല്ലെ കണ്ണുകൾ നിറപുഞ്ചിരിയോട് കൂടെ തുറക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു ഹാപ്പിനെസ്സോട് വോയിസ് കട്ടായി. നമ്മള് ഒരു ഹീലിംഗ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഹീലിംഗ് ചെയ്യാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു ആത്മീയത വേണം, ഒരു ആത്മാർത്ഥത വേണം. നാം എന്താണ് ചെയ്യുന്നത്, നാം ആരാണ് എന്നുള്ള ബോധം നമ്മളിലേക്ക് വേണം. ഗ്രൂപ്പായിട്ട് ഹീലിംഗ് ചെയ്യാം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, വിദൂരത്തുള്ള ആളുകൾക്കും നമുക്ക് ഹീലിംഗ് ചെയ്യാം. ഈ ഹീലിംഗിലൂടെ ശരിക്കും നമ്മൾ എന്താണ് എത്തിക്കുന്നത്? നമ്മളിലുള്ള എനർജിയെ അല്ലേ അവർക്ക് കൈമാറുന്നത്? ആണോ? നമ്മളിലെ എനർജിയാണ് അവർക്ക് കൈമാറുന്നത്. അപ്പൊ നമ്മളെടുത്ത് നമ്മളുടെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള എനർജി ആണെങ്കിൽ നമ്മളൊരു രോഗിക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി കൊടുത്താൽ അവരുടെ അസുഖം സുഖപ്പെടുവോ?
ഇല്ല. സുഖപ്പെടുവോ? ഇല്ല അല്ലെ? കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളെ നോക്കിയാൽ പോലും അവർക്ക് റിസൾട്ട് കിട്ടുമെന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നാൽ ഒരു ഒരു 2-3 മിനിറ്റ് ആ രോഗിയോട് സംസാരിച്ചാൽ പോലും അവരുടെ അസുഖങ്ങൾ ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിഗണനയും ആ ആത്മാർത്ഥതയുമാണ്, അവരോടുള്ള സ്നേഹമാണത്. നമ്മളെപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? ഒരുപാട് രോഗികൾ വേണം അല്ലെ, എന്നാലാണ് നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടുക. മറിച്ച് ചിന്തിക്കുക, രോഗികൾ വേണം, രോഗം നമുക്ക് വേണം, പക്ഷെ നമ്മളിൽ വരുന്ന രോഗികൾക്ക് ശമനം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന എപ്പോഴും. ആ പ്രാർത്ഥനയാണ് നമ്മളുടെ വിജയം, അവരോടുള്ള സ്നേഹമാണ്, പരിഗണനയാണ്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹീലിങ്ങുകളൊക്കെ അങ്ങനെയാണ്. ഹീലിംഗ് മെത്തേഡ് എന്നല്ല, നമ്മുടെ അക്യുപങ്ചർ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു നീഡിൽ വെച്ചിട്ടാണ് ഒരാളെ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കിട്ടുന്നത് അല്ലേ? എന്തെങ്കിലും മരുന്ന് വെക്കുന്നുണ്ടോ? അക്യുപങ്ചർ പോയിന്റുകളിൽ മാത്രമാണോ നമ്മൾ നീഡിൽ ചെയ്യുന്നത്? അക്യുപങ്ചറിസ്റ്റുകൾ ഇല്ല ഇതില്? കമറുദ്ദീൻ സാറെ, നമ്മള് അക്യുപങ്ചർ പോയിന്റിൽ മാത്രമാണോ നീഡിൽ കൊടുക്കുന്നത്? അല്ല അല്ലേ? നമ്മൾ ആർഷി പോയിന്റ് നോക്കിട്ട് കൊടുക്കണ്ടേ? എനിക്ക് ഇവിടെ വേദന ഉണ്ട്, ഇവിടെ നീഡിൽ കൊടുക്കാറില്ലേ? അല്ലേ? ആർഷി പോയിന്റ് അറിയോ എവിടെയാണ് നമുക്ക് വേദന? ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ നീഡിൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവിടെ ഒന്നുമില്ല, എന്നിട്ട് നമ്മൾ നീഡിൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോ സ്പോട്ടിൽ റിസൾട്ട് കിട്ടാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ അവിടെ കൊടുക്കുന്നതും നമ്മളവിടെ പ്രവർത്തിക്കുന്നതും എന്താണ്? നമ്മുടെ മനസ്സും എന്താണ്? ഒരു ആത്മാർത്ഥത ഉണ്ടല്ലേ ശരിക്കും ആ രോഗിയുടെ അസുഖം ശമനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ ഒരു കോൺഫിഡന്റിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലെ? ഒരു നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെയാണ് ഞാൻ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. മറിച്ച് ഞാൻ ഒരു നെഗറ്റീവ് ചിന്തയിലൂടെ എനിക്കിപ്പോ ഇയാളെ കൊടുത്ത് പുറത്തേക്ക് വിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുത്താൽ ആ വ്യക്തിക്ക് റിസൾട്ട് കിട്ടും? അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായി മാറാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമ്മളെന്താ കൊടുക്കുന്നത്? നമ്മളടുത്തുള്ള നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അടുത്തേക്ക് ചില പേഷ്യന്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടച്ച് കൊടുക്കുന്നത് എർത്തടിക്കുന്നതായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? തിരിച്ച് എർത്തടിക്കുന്നത്. ചില രോഗികൾ നമ്മളടുത്ത് വരുമ്പോ നമ്മളൊക്കെ ടച്ച് കൊടുക്കാറുണ്ട് ആരെങ്കിലും? കൊടുക്കാറുണ്ട്. ഈ ടച്ച് കൊടുക്കുന്ന എപ്പോഴെങ്കിലും തിരിച്ച് എർത്തടിച്ചതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നാ നമ്മള് ഒരു വ്യക്തിക്ക് നമ്മള് ടച്ച് കൊടുക്കുന്ന സമയത്ത് അവരെ സ്പർശിക്കുമ്പോൾ ശരിക്കും അവർക്ക് ഒരു ഇതിൽ അരിച്ചു കയറുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. മറിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്തയുള്ള ആളുകളാണെങ്കിൽ അവരുടെ അതേ അസുഖം, മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് എന്താണോ പ്രശ്നം അത് നമ്മളിലേക്കും തിരിച്ചു വരും. മനസ്സിലായോ? അപ്പൊ ഞാന് ഒരാൾക്ക് ഹീലിംഗ് കൊടുക്കുകയാണ്, ഞാൻ എന്റെ എനർജിയെ നല്ല മനസ്സോട് കൂടെ അവർക്ക് കൊടുക്കുമ്പോൾ അതിന് ശമനം ഉണ്ടാവും. മറിച്ച് ഞാൻ ടെൻഷനിലാ കൊടുക്കുന്നത്, എന്റെ അടുത്തുള്ള നല്ല പോസിറ്റീവ് എനർജി ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു എനർജി അവർക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ചിന്തയാണല്ലേ എനിക്കുള്ളത് അല്ലേ? അപ്പൊ ആ പാസോട് കൂടെ വരും, റിട്ടേൺ അടിച്ച് തിരിച്ചു വരും. അത് അനുഭവമാണ് നമുക്ക്. മൂന്ന് വർഷം മുന്നേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. 3 വർഷം മുന്നേ ഞാൻ എന്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുത്തു. അന്നൊന്നും ഇത്ര കോൺഫിഡന്റ് ഇല്ല ഉണ്ട്, എങ്കിലും നമ്മൾ ഇത്രത്തോളം ആയിട്ടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്ത സമയത്ത് ആ ഒരു വ്യക്തി വളരെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചൊറിഞ്ഞ് വന്നിട്ട് ഭയങ്കരമായിട്ട് ചോദിച്ചില്ല, കണ്ടാൽ നമുക്ക് ശരിക്കും പ്രയാസം തോന്നുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പൊ അവര് വന്ന സമയത്ത് എന്നോട് ഹിജാമ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഞാൻ അവർക്ക് ഹിജാമ ചെയ്തു കൊടുത്തു. ആ ചെയ്ത സമയത്തൊക്കെ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു.
സൗണ്ട് പോയല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ പിറ്റേത് അന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, കിടന്നുപോയി ഞാന്. ഒരാഴ്ച ഞാൻ കിടന്നുപോയി, ഒരാഴ്ച എനിക്ക് എണീക്കാൻ പോലും പറ്റാത്ത ക്ഷീണം. ഞാൻ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ എന്താ എനിക്ക് സംഭവിച്ചത്? നല്ലൊരു ഹിജാബ് ചെയ്ത് വന്നതാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, നീ എന്താണ് ആ സമയത്ത് ചിന്തിച്ചത് എന്നാ ചോദിച്ചത്, എന്താ ചിന്തിച്ചത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സാറേ എന്ന് പറഞ്ഞു. അപ്പൊ സാർ അന്ന് എനിക്കൊരു ഉപദേശം തന്നത്, ആ നെഗറ്റീവായിട്ടുള്ള ചിന്ത മായ്ച്ചു കളയുക എന്നുള്ളത്. നെഗറ്റീവായിട്ടുള്ള ചിന്ത മായ്ച്ചു കളയാനേ, കാരണം നമ്മൾ കൊടുക്കുന്നത് ചികിത്സയാണ്, നമുക്ക് റിട്ടേൺ വരും. കാരണം നമ്മള് എന്താ പറയുന്ന, മരുന്നല്ല കലക്കി കൊടുക്കുന്നത്. സാറ് പറഞ്ഞൊരു കാര്യം, നമ്മൾ മരുന്നല്ല കലക്കി കൊടുക്കുന്നത്, നമ്മുടെ എനർജിയാണ് കൊടുക്കുന്നത്. അത് എപ്പോഴും എങ്ങനെയാവണം? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആവണം. മനസ്സിലായോ? അപ്പൊ നമ്മള് നല്ല രീതിയിൽ ആളുകൾക്ക് ചികിത്സ കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ എന്താവണം? നമ്മൾ നല്ല മനസ്സിന് ഉടമകളാവണം. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവൂലേ, ഫാമിലി ഇഷ്യൂ ഉണ്ടാവും, മറ്റു പ്രതിസന്ധികൾ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം നമ്മളിൽ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കാണാം. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മുടെ താഴത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, അല്ലെ? നമ്മുടെ താഴത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം മാറുക, എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരുങ്ങുക. അപ്പൊ നമ്മളെ ഹീലിംഗ് എന്ന് പറയുന്ന പല രീതികളിൽ നമുക്ക് ചെയ്യാം, പല രീതികളിൽ നമുക്ക് ഹീലിംഗ് ചെയ്യാം. ഒന്നാമത് അക്യൂപങ്ക്ചർ പഠിച്ച ആളുകൾക്ക്, അക്യൂപങ്ക്ചർ സിസ്റ്റം പഠിച്ച ആളുകൾക്ക് ഹീലിംഗ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണം, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഉദാഹരണം ഞാൻ പറയാണ്, സജീവേട്ടന് നല്ല വയറുവേദന ഉണ്ട്. സജീവേട്ടന് നല്ല വയറുവേദന ഉണ്ട്. സജീവേട്ടൻ എന്നെ വിളിച്ചു, ഫോണിലൂടെ എന്നെ വിളിച്ചിട്ട് സജീവേട്ടൻ പറഞ്ഞു, എനിക്ക് നല്ല തലവേദന മാം, ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊന്ന് ഹീലിംഗ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ സജീവേട്ടന് ഹീലിംഗ് ചെയ്തു കൊടുക്കണം അക്യൂപങ്ക്ചർ സിസ്റ്റം പ്രകാരം. ഞാനൊരു അക്യൂപങ്ക്ചറിസ്റ്റ് ആണ്, അപ്പൊ എനിക്ക് അക്യൂപങ്ക്ചർ അറിയാലോ, അല്ലെ? അപ്പൊ ഞാന് ഇവിടുന്ന് എനിക്ക് അദ്ദേഹത്തിന് പോയിട്ട് നീഡിൽ എറിഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ ഹീലിംഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിയോട് ഞാൻ സജീവേട്ടനോട് പറഞ്ഞു ഫോണിലൂടെ, സജീവേട്ട നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തിരിക്കുക, നിങ്ങൾക്ക് ഓക്സിജൻ ഒക്കെ കിട്ടുന്ന, മറ്റ് ബുദ്ധിമുട്ടുകളോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാത്തൊരു ഫ്രീ ആയ സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, കിടക്കുക, ഇരിക്കുക, എന്തെങ്കിലും ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ലത് തോന്നുന്നത് അതുപോലെ നിങ്ങൾ ഇരിക്കുക. എന്നിട്ട് ആ സജീവേട്ടനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ട്? ശ്രദ്ധിക്കുക, നമ്മളൊരു പേഷ്യന്റിനോട് പറയേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ട്? വയറുവേദനയാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആ വയറിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ പറയാ, ആ വയറിന്റെ വേദനയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാൻ പറയാ സജീവേട്ടനോട്. എന്താണ് സജീവേട്ടന്റെ ബുദ്ധിമുട്ട്, അതിലേക്ക് മാത്രം, അത് തലവേദനയാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അതിലേക്ക് മാത്രം കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹീലിംഗ് ചെയ്യുന്ന ആളുകള് നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്യണം. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? സജീവേട്ടൻ എന്റെ മുന്നിൽ വന്നിരുന്നു, അദ്ദേഹത്തിന് എന്താണ് വയറുവേദനയാണ്. ഞാൻ ഉദാഹരണം അദ്ദേഹത്തിന്റെ പൾസ് നോക്കി, അല്ലെങ്കിൽ പൾസ് ഒന്നും നോക്കണ്ട, വയറുവേദനക്ക് എനിക്കിങ്ങനെ തോന്നി, ST36 കൊടുക്കാം, വയറുസമ്പന്നമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കൊടുത്തൂടെ? നല്ല പോയിന്റാ അല്ലെ? അപ്പൊ ഞാൻ മനസ്സിൽ ST36 വിചാരിച്ചു. ഞാന് എന്റെ കൈ കൊണ്ട്, നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു എനർജി ഒക്കെ ഉണ്ട് ഇല്ലേ? അക്യുപങ്ക്ചറിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാവും, ഇവിടെ ഒരു എനർജി ഉണ്ടോ? ഇവിടെ ഒരു പവർ നമുക്ക് ഉണ്ടാവും. ഈ പവർ ഞാൻ എന്റെ കയ്യിൽ വരുന്നുണ്ടോ എന്ന് നോക്കി. പവർ കിട്ടണമെങ്കിൽ നമ്മൾ ദിവസവും ഇത് നോക്കിക്കൊണ്ടേയിരിക്കണം, ദിവസവും നമ്മൾ ഈ പവറിനെ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് ഈ എനർജി ഉള്ളൂ. അപ്പൊ ഈ എനർജി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ST36 പോയിന്റിലേക്ക് മെല്ലെ കൊടുത്തു. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ അദ്ദേഹത്തിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒരു 20 മിനിറ്റാണ് സാധാരണ നമ്മൾ പറയാ, ചിലത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ആ സ്പോട്ടിൽ അദ്ദേഹത്തിന്റെ വയറുവേദന മാറും. ഞാൻ അവിടെ എന്താ കൊടുത്തുള്ള നല്ലൊരു എനർജി, എന്റെ ശരീരത്തിലുള്ള, എന്നെ കൊണ്ട് കഴിയുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിന് ആ പോയിന്റ് സെലക്ട് ചെയ്തത്. അവിടെ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടും. ഇനി മറിച്ച് നമുക്ക് സുജോക്ക് പഠിച്ച ആളാണെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. സുജോക്ക് അദ്ദേഹം
വയറിന് പ്രശ്നം പറഞ്ഞു, അപ്പൊ എനിക്ക് സ്റ്റൊമക്കിന്റെ ഭാഗം കണ്ടെത്തിക്കൂടെ സുജോക്കില്? ആ ഭാഗത്തേക്കും എനിക്ക് എനർജി പാസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിപ്പോ ചികിത്സ പഠിച്ച അക്യുപങ്ചർ സുജോക്ക് പഠിച്ച ആളുകൾ രീതി. ഓക്കെ, അവിടെ നമ്മൾ പോയിന്റുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല, കാരണം ഇത് അക്യുപങ്ചറിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ സുജോക്ക് പഠിച്ച ആളുകൾക്കോ മാത്രമാണ് ഈ ഒരു പോയിന്റുകൾ അറിയുള്ളൂ. നമ്മൾ പുതിയൊരു സിസ്റ്റം ഇതില് അക്യുപങ്ചർ പഠിക്കാത്ത ആളുകളുണ്ട്, ഹലീലിക്ക അതുപോലെ ഉസ്താദ്, ഇങ്ങനെ കുറച്ച് ആളുകൾ അക്യുപങ്ചർ പഠിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഈ അക്യുപങ്ചർ പഠിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഹീലിംഗ് ചെയ്യണം, വേണ്ടേ? നമുക്ക് നമ്മുടെ അസുഖങ്ങള് ശമനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഹീലിംഗ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യേണ്ട? ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാം. ഫ്രീ ആയിട്ടിരുന്നിട്ട് നമ്മുടെ ഈ മൂർത്താവ്, നമ്മുടെ DU20 എന്ന് പറയുന്ന ഭാഗം, ഈ മൂർത്താവ്, ഓക്കെ, ഈ ഭാഗത്തേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുക. ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുക. എനിക്ക് ശക്തമായിട്ട് ഇപ്പൊ കുറച്ചു നേരമായിട്ട് തൊണ്ടൊക്കെ ഒരു കരകര വരുന്നുണ്ട്, ഒരു ചുമ വരാനുള്ളൊരു ബുദ്ധിമുട്ട്, കാരണം ഡെയിലി ഇങ്ങനെ 1 മണിക്കൂർ ആയിട്ടിറക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിലേക്ക് നമ്മളൊന്ന് കേന്ദ്രീകരിക്കുക, ശ്രദ്ധ ഇപ്പൊ എനിക്ക് തൊണ്ടക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ആ തൊണ്ടയുടെ ബുദ്ധിമുട്ടിനെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂർത്താവില് നമ്മൾ കൈയൊന്നും വെക്കണം എന്നില്ല, കൈ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ഈ എനർജി, കൈയിലെ എനർജി നമ്മളിലേക്ക് വന്നോ എന്ന് ശ്രദ്ധിക്കാം. ഇനിയിപ്പോ ഒന്നും വേണ്ട, എനർജി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഈ മൂർത്താവിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ കൊടുക്കുക, ഈ തൊണ്ടയുടെ പ്രശ്നവും. എന്നിട്ട് നമ്മുടെ ബ്ലൂ കളർ നീല കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് കളറാണ്? നീല കളറാണ് എപ്പോഴും നമ്മൾ എനർജി ഹീലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കളറ്. ഈ ഒരു നീല കളറ് നമ്മൾ എൻ്റെ മൂർത്താവിൽ നിന്നും ഞാൻ എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ ഇറക്കി അതിലൂടെ എൻ്റെ പോസിറ്റീവ് എനർജിയെ ഇങ്ങനെ കൊടുക്കുക. സ്വന്തമായിട്ട് ചെയ്യണേ. അപ്പൊ എന്റെ ചിന്ത എന്താണ്? എനിക്ക് തൊണ്ടക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതല്ലേ? ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്തുള്ള നല്ലൊരു എനർജിയെ ഞാൻ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ഒരു സഡേഷന്റെ കളറാണ്, ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഫ്രീ ആവും ശരിക്കും. അതുപോലെ എനിക്ക് മറ്റൊരാൾക്ക് ഹീലിംഗ് കൊടുക്കണം, എൻ്റെ അടുത്തുള്ള ഒരാൾക്ക്. ഇപ്പൊ ഫതഹുല്ല സാർ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഫതഹുല്ല സാറിന് ഹീലിംഗ് കൊടുക്കുകയാണ്. ഒരു പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് ഞാനൊരു ഹീലിംഗ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഹീലിംഗ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കുക, അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കുക, എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അത് നമ്മൾ കേൾക്കുക. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാ, എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ട് അവിടേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയാ. എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ അവിടേക്ക് അദ്ദേഹത്തിനോട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ ഒരു ഇതേതാ പോയിന്റ് അറിയോ? എക്സ്ട്രാ ഏതാണ്? എക്സ്ട്രാ 1. എക്സ്ട്രാ 1. അപ്പൊ നമ്മുടെ ഈ പുരുകത്തിന്റെയും 2 പുരുകത്തിന്റെയും ഇടയിൽ വരുന്ന ഈ പോയിന്റിലേക്കാണ് നമ്മൾ പേഷ്യന്റിനെ ഹീലിംഗ് ചെയ്യേണ്ടത്. ഈ പോയിന്റിൽ നിന്നുമാണ് നമ്മൾ ആ ഒരു വ്യക്തിക്ക് ബ്ലൂ കളർ എനർജി പാസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടുന്നല്ല, ഇവിടേക്കെത്തി. ഇവിടേക്കാണ് നമ്മൾ ആ ബ്ലൂ കളർ എനർജി ആ ഒരു വ്യക്തിക്ക് പാസ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും സ്പോട്ടിൽ അവർക്ക് റിസൾട്ട് കിട്ടും. അതല്ലെങ്കിൽ ഈ സ്പോട്ട് കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അവരുടെ അസുഖത്തിന് നല്ല മാറ്റം കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു 10 പേരെ ഒരുമിച്ചിരുത്തുകയാണ്.
അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തുന്ന സമയത്ത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ എല്ലാവരെയും കാണാൻ കഴിയൂല അല്ലെ? ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ കാണാൻ കഴിയുമോ? എല്ലാവരും മുഖം എനിക്ക് കാണാൻ കഴിയൂല. ഇത്രയും ഭാഗങ്ങളാണെന്നും എനിക്കറിയാൻ കഴിയൂല. ബുദ്ധിമുട്ടാണ് ല്ലേ? ഒരു 19 ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് എനിക്ക് ഹീലിംഗ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ട അറിയോ? നമ്മൾ വ്യക്തികളിലേക്ക് നോക്കരുത്. വ്യക്തികളുടെ ആ ഭാഗങ്ങളെ ഒഴിവാക്കുക. ഇപ്പൊ സുരേന്ദ്ര സാറ് ഇത്ര അളവുണ്ട്, നൗഷാദ് ഇത്ര അളവുണ്ട്, സജീവേട്ട ഇത്ര അളവുണ്ട്, ആ അളവിനെ നമ്മൾ ഒഴിവാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ അളവിനെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന അവരെവിടെയാണ് ഇരിക്കുന്ന ആ ഒരു ഹാള് അല്ലെങ്കിൽ ആ ഒരു റൂം ഉണ്ടല്ലോ, അതിന്റെ കോണുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഇരിക്കുന്ന ആ 10-20 ആളുകൾ ഇരിക്കുന്ന ഒരു റൂം അല്ലെങ്കിൽ ഒരു ഹാള്, അതിന്റെ 4 കോണിലേക്കും നമ്മളെ എനർജിയെ നമ്മൾ പാസ് ചെയ്യുക. 4 കോണുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക. ആ ഇരിക്കുന്ന പേഷ്യൻസിനോട് ഓരോരുത്തരോടും അവരുടെ പ്രയാസങ്ങളെ മനസ്സിൽ കാണാൻ പറയാം. അവർക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനെ അവരോടൊന്ന് ശ്രദ്ധിക്കാൻ പറയുക. അവരുടെ പുരികത്തിന്റെ നടുക്കായിട്ട് ബ്ലൂ കളർ നമ്മൾ എന്ത് ചെയ്യാ? ഹീലിംഗ് ചെയ്യുക. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക. കൈ ഇങ്ങനെ പിടിച്ചിട്ട്, അതായത് എല്ലാവർക്കും നമ്മൾ സ്പർശനം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ബോർഡർ വരച്ചു ഇല്ലേ? കോണുകളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ കോണിന്റെ ഉള്ളിൽ പെടുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ എനർജി പാസ് ചെയ്യുക. ഒരു ബ്ലൂ കളർ എനർജി നമുക്ക് പാസ് ചെയ്യാൻ കഴിയും. ഇനി വിദൂരത്തുള്ള ആളുകളാണെങ്കിലോ, നമ്മൾ ഫോണിലൂടെ ഒക്കെ ചെയ്യൂലേ? ഫോണിലൂടെ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? അവരോടൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറയുക. കണ്ണടച്ച് കൈ രണ്ടും ഇങ്ങനെ മലർത്തി നമ്മുടെ മുട്ടിന്റെ ആ ഒരു ഭാഗത്ത് വെക്കാൻ പറയാം. പറ്റുമെങ്കിൽ അങ്ങനെ അവർ അവരുടെ കൈയിന്റെ ഉൾഭാഗം കാണുന്ന ഒരു ഫോട്ടോ നിങ്ങൾ അവരുടെ അടുത്ത് വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം അവരുടെ പ്രയാസങ്ങൾ അവരെന്താ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, അതെന്താണെന്നുള്ളത് നമ്മളൊന്ന് സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അവർക്കും ഇതുപോലെ ബ്ലൂ കളറ് അവരുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എനർജി പാസ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ വിദൂരത്തുള്ള ആളുകളോട് ഹീലിംഗ് ചെയ്യുമ്പോൾ 20 മിനിറ്റിന് ശേഷം മാത്രം അവരോട് എണീക്കാൻ പറയാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ നമ്മളെ ഹീലിംഗിലൂടെ അവർ പോയിക്കോട്ടെ. എപ്പോഴാണ് അവർ ഉണരുന്നത് അപ്പോഴോ അവർ ഉണർന്നോട്ടെ. അതിന്റെ ഇടയിൽ അവരെ വിളിക്കാൻ പാടില്ല. ഹീലിംഗ് ചെയ്യുന്നതിനിടയിൽ അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് തോന്നില്ലേ, ഞാൻ ചെയ്തപ്പോ ഈ ഹീലിംഗ് റെഡിയാവോ? എന്താ റെഡിയാവായി? ഒരു റെഡിയാവായില്ല. നമ്മൾ ആര് ചെയ്താലും ഹീലിംഗ് റെഡിയാവും. പക്ഷെ അതിന് നമ്മള് ഒരു പൊസിഷനിലേക്ക് എത്തണം. ഞാൻ പറഞ്ഞു, പല ആളുകളും കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് ബ്രീത്തിങ് എടുക്കാൻ വെക്കണില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ നമ്മള് ഒരു കാര്യം നമ്മൾ 21 ഡേയ്സ് 21 ദിവസം ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉടനീളം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. എന്റെ അനുഭവമാണ്. കാരണം എനിക്ക് 5 കുട്ടികളുണ്ട്. എല്ലാവർക്കും അറിയാലോ അല്ലെ? 5 കുട്ടികളുണ്ട്. ഈ 5 കുട്ടികളും ചെറിയ മക്കളാ. ചെറിയ മോന് ഇപ്പൊ 7 മാസം സ്റ്റാർട്ട് ചെയ്യാനായി. 2-3 വയസ്സാവാനായ ഒരു മോള്, ഒക്കെ ചെറിയ മക്കളാ. അപ്പൊ ഇവരെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഞാൻ എടുത്തു തരുന്നുണ്ട്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ? ഒരു ദിവസം കൊണ്ടാണോ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതാണോ? അല്ല. ഓരോന്നും ഞാൻ ടൈം ടേബിളാണ്. ഒരു ടൈം ടേബിളാണ്. രാവിലെ ഏകദേശം ഒരു 4:30 ഒരു 5 മണിയോട് കൂടെ, 4:30 എന്ന് തന്നെ പറയാം, 4:45 കൂടെ എണീറ്റ് അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഞാൻ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യും. അരമണിക്കൂർ ഡെയിലി മെഡിറ്റേഷൻ. അതിന്റെ രാവിലെ മെഡിറ്റേഷന്റെ ക്ലാസ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളത്. രാവിലെ ഡെയിലി മെഡിറ്റേഷൻ കഴിയും. അത് കഴിഞ്ഞ് അടുക്കളയിലെ പരിപാടി. ഈ അടുക്കളയിലെ പരിപാടിക്ക് നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഏത് പരിപാടിയിലേക്ക് കയറുമ്പോഴും നമ്മൾ അത് നമ്മുടെ ഒരു ഹോബി ആയിട്ട് എടുക്കുക. ഒരു ഹാപ്പിനെസ്, നമ്മുടെ ഒരു പോസിറ്റീവിന്. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതിനാണ് അല്ലേ? ആ ഒരു മൈൻഡിൽ നമ്മൾ ചെയ്താൽ ആ പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. എന്നിട്ട് മറ്റുള്ള പരിപാടികൾ നോക്കുക. അന്ന് എടുക്കേണ്ട വിഷയം ഡെയിലി ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ് ഡെയിലി നടക്കുകയാണ്. അപ്പൊ അതിന്റെ
കാര്യങ്ങള് ഒക്കെ ചെയ്യുന്നു. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് എടുത്തതല്ല, പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ചെയ്യണം, എന്താണിത്. ഒരു ദിവസം ഫസ്റ്റ് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ സാറ് പറഞ്ഞത് ഏകദേശം 1 മണിക്കൂറെങ്കിലും ചെയ്യണം എന്നാ പറഞ്ഞത്. 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യണം എന്നാ പറഞ്ഞ സാറ്. ഫസ്റ്റ് ദിവസം ഞാൻ 3 മിനിറ്റാ ചെയ്തേ. അത് ആ 3 മിനിറ്റ് ചെയ്തപ്പോ എനിക്ക് തോന്നി എന്തറേ ഇത് മതി അല്ലേ, ഇത്ര ചെയ്താൽ മതി. പിറ്റേ ദിവസം 3 മിനിറ്റ് ആക്കി. പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി ആ ഒരു 3 മിനിറ്റ് ചെയ്തപ്പോ തന്നെ ഒരു ഫ്രീ, മനസ്സിനൊരു എന്താ പറയാ, ഒരു ഉന്മേഷം കിട്ടിയതുപോലെ. അതിനെനിക്ക് തോന്നി ഇതിൽ എന്തോ ഒരു അത്ഭുതം ഉണ്ട്. 15 മിനിറ്റ് ആക്കി, അരമണിക്കൂറാക്കി. ഇപ്പൊ ഞാൻ ദിവസം അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. രാവിലെ കിടക്കുന്ന സമയത്തും ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ട് അങ്ങനെ ആഴത്തിലേക്ക് ഉറങ്ങിപ്പോവാറാണ്. ഉറക്കമില്ലാത്ത ആളുകൾ, ഉറങ്ങാൻ പ്രയാസമുള്ള ആളുകള് മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ എനർജിയെ, ഒരു പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ആത്മാവിനെ ഒരു സ്റ്റാർ ആക്കി മാറ്റി അതിലൂടെ നമ്മുടെ എല്ലാ അവയവത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ ആ ഒരു സ്റ്റാറിനെ എത്തിച്ച് ഒരു ബ്ലൂ ലൈൻ നമ്മുടെ ശരീരത്തിൽ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഉറങ്ങി നോക്കുന്നുണ്ടോ, നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നതാണ് ഹീലിംഗിന്റെ കൂടുതൽ പവറിങ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കരസ്ഥമാക്കണം. അപ്പൊ നമ്മള് ഡെയിലി ഇത് ചെയ്ത് നമുക്കത് പ്രാവർത്തികം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഇന്നലെ മുതലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? 2 നേരമാണ് പറയുന്നത്. 2 നേരമാണ് നമ്മളോട് പറയുന്നത്. കൂടുതൽ സമയം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ചെയ്യാം. ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. രാവിലെ എണീക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5 മണിയാവുമ്പോൾ ആരെങ്കിലും എണീക്കാറുണ്ട്? 5 മണിക്ക് എണീക്കുന്ന ആളുകളാണ് എല്ലാവരും? 5 മണിക്ക് എണീക്കാറുണ്ടോ? എണീക്കണം അല്ലെ? 5 എണീക്കണം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 മണി. 4 മണിക്ക് എന്തറിയോ, ഇനിയിപ്പോ ഇന്ന് മുതൽ ആരും 2:30 3 മണിക്കൊന്നും നീക്കണ്ട കേട്ടോ. ഉറക്കം വേണം, മനസ്സിലായോ? ഉറക്കവും നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഈ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ഗുണകരമായിട്ട് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ശ്വാസം അല്ലെ, ശ്വസനം, അതിന്റെ ഒരു ടൈമിങ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം, ലങ്സിന്റെ അല്ലെ ആ ഒരു ഭാഗം, ആ ഒരു ടൈമിംഗ് ആണല്ലേ രാവിലെ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മള് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ, നമ്മുടെ ലങ്സിനെ ആക്റ്റീവ് ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് നിങ്ങളൊന്ന് ഹാളിലൊക്കെ പോയിട്ട് ഒന്ന് ജനാലയൊക്കെ തുറന്നിട്ട് ഒന്ന് നല്ലൊരു ബ്രീത്തിങ് ഒന്ന് എടുത്തു നോക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. കറക്റ്റ് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ കഴിയും. ശരിക്കും പറഞ്ഞാല് നമ്മൾ കിടക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ കിടക്കുമ്പോ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നിങ്ങൾ കിടക്കുമ്പോ മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ കയ്യില് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ കയ്യിലേക്ക് എനർജി വരുന്ന ഒരു രൂപം, നിങ്ങളുടെ കൈയിന്റെ ഉൾഭാഗത്തില്, നിങ്ങൾ ഈ റോക്കി എന്നൊക്കെ പറയുന്ന സിസ്റ്റം അറിയോ ആർക്കെങ്കിലും? അറിയോ? ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഓറ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ശരിക്കും സാധാരണ അത് കൂടുതലായിട്ടും ഹിന്ദുസുകളാണ് ഉപയോഗിക്കലായിട്ടും, അവരാണത് പഠിക്കുന്ന ആളുകള്. ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു പ്രായമുള്ള ഒരു അമ്മ ഉണ്ട്. പക്ഷെ അവര് വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അമ്മയാണ്. അവരെടുത്താണ് ഞാൻ റോക്കിയൊക്കെ പഠിച്ചു. പക്ഷെ ഇത് ശരിക്കും നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും കേട്ടോ. മുസ്ലിംസിന് പെട്ടെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവും. നമ്മൾ ഈ എനർജി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എനർജി ഇല്ലേ, എന്താ പറയാ എനർജി, ആ രോഗിയുടെ ഒരു എനർജി ശരിക്കും നമ്മുടെ കയ്യിലൊരു ബോള് പോലെ വരും. ഒരു ബോള് പോലെ, ഒരു ഗാന്ധം പോലെ നമ്മളിലേക്ക് അതെത്തും. അതിനെ നമുക്ക് നമ്മളെടുത്തേക്ക് വരുന്ന പേഷ്യന്റിന് എറിഞ്ഞു കൊടുക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നമുക്കും ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത്
എല്ലാവരും മലർന്ന് കിടക്കുക. നിങ്ങളുടെ ഈ ഒരു നെഞ്ചിന്റെ ഭാഗമില്ലേ, വയറിന്റെയും നെഞ്ചിന്റെയും ഭാഗം, ഒരു ഭാഗം നിങ്ങളുടെ കൈയിനെ നിങ്ങൾ ഓരോ വിരലും ശ്രദ്ധിക്കുക. നിങ്ങൾ ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ വിരലുകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ വയറിന്റെയും നെഞ്ചിന്റെയും ആ ഭാഗത്തിടയിലായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെക്കുക. ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു പ്രഷർ ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ തോന്നും. ഓക്കെ, ഇങ്ങനെ ഒന്നുമില്ലാത്തതുപോലെ. പക്ഷെ നിങ്ങൾ മെഡിറ്റേഷൻ എടുത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് നല്ലൊരു എനർജിയെ, പോസിറ്റീവ് എനർജി നമ്മുടെ ഈ ഒരു കയ്യിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് ചിന്തിക്കുക. ചിന്ത എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് ശരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈ ഒന്നിങ്ങനെ ഒന്ന് വലുതാക്കി കൊടുക്കുക, കുറച്ച് സ്പേസ് കൊടുക്കുക, ഒന്നും കൂടെ സ്പേസ് കൊടുക്കുക, ഒന്നും കൂടെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒരു ടൈറ്റ്, ഒരു ബലം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചില ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും, ചില ആളുകൾക്ക് 1-2 ദിവസം എടുക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മറ്റുള്ളവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്, മറ്റുള്ളവരിൽ നിന്നും നമുക്ക് വേണ്ട. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. ഇന്ന് കിടക്കുമ്പോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ചിന്തയെ നമ്മൾ മാറ്റണം. നമ്മുടെ ബ്രെയിനിനെയാണ് ആദ്യം നമ്മള് ചികിത്സ കൊടുക്കേണ്ടത്, അല്ലെ? ഒന്ന് നന്നാക്കി എടുക്കണം. ഇത് നന്നായാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്തു നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് തെളിവ് നമ്മുടെ ഈ ഒരു തലയാണ്, നമ്മുടെ ചിന്തയാണ്. നല്ല ചിന്ത മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും, ഹീലിംഗ് ചെയ്യാൻ കഴിയും. ഇപ്പൊ അക്യുപഞ്ചറിസ്റ്റുകളൊന്നും മരുന്ന് കഴിക്കുന്നില്ല. എന്താ, അവർക്ക് രോഗമില്ലാത്തത് കൊണ്ടാണോ? ഒരു ട്രീറ്റ്മെന്റും അവര് ചിലപ്പോ കൊടുക്കില്ല. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ആരോഗ്യത്തോടെ നിൽക്കുന്നത്? അവരുടെ ചിന്ത അതാണ്, ഇല്ലേ? എന്താണ്, മരുന്ന് കഴിച്ചിട്ട് അല്ല അസുഖം മാറുന്നത്, അല്ലെങ്കിലും അസുഖം മാറും. അത് ഓൾറെഡി അവരുടെ മൈൻഡിൽ കയറി കിടന്നു, ഇല്ലേ? അവരുടെ മൈൻഡിൽ അത് വന്നു. അപ്പൊ എന്ത് അസുഖം അവർക്കുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോവും. അവർക്ക് ഒരു ചികിത്സയും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. ആ ഒരു മൈൻഡ് മാത്രം അവർക്ക് മതി. അപ്പൊ ഈ ഒരു മൈൻഡ് എന്ന് പറയുന്ന നമ്മളെ ഈ ഒരു സംഭവം, ഇത് വലിയൊരു സാധനമാണ്. ഇതിലേക്ക് നമ്മള് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തല എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരിക്കലും വിട്ടുകളയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഹാപ്പിനെസ്സോട് കൂടെ നിൽക്കുക. നമ്മുടെ ചിന്തയിലേക്ക് നല്ല ചിന്തകളെ മാത്രം കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രവൃത്തിയിലും, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യം അത് നല്ലതാണെന്നുള്ള ബോധം നമുക്ക് വേണം. അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തു, നമ്മൾ പറഞ്ഞു അഭിപ്രായങ്ങൾ പറയാനില്ലേ? ഇല്ലേ? നിങ്ങൾക്കുണ്ടായ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനാ പറഞ്ഞത്. അതുപോലും എല്ലാവരും പറഞ്ഞിട്ടില്ല. അത്രത്തോളം നമുക്ക് പറയാൻ വാക്കുകൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ നമ്മുടെ മനസ്സിന് ഫ്രീ ആവുന്നില്ല. ഇത് പിടുത്താണ് നമുക്ക്, അല്ലെ? മറ്റുള്ളവരെ മെസ്സേജൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ എങ്കിലും ഇന്ന് ചാടുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോണ്ടോ, 24 മണിക്കൂറിൽ 1 മിനിറ്റ് ഒക്കെ നമുക്കുള്ള ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ഈ ഒരു ഹീലിംഗിന്റെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ആവേണ്ട ഗ്രൂപ്പാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഒന്ന് ചെയ്യാൻ നോക്കാം. ഇപ്പൊ സാധാരണ ഹീലിംഗിന്റെ ക്ലാസ് ഒക്കെ ഞങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ മ്യൂസിക് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. ഇതിപ്പോ നടക്കൂല അല്ലേ? ഫോണിലൂടെ അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോഴൊക്കെ ശരിക്കും നമ്മളൊരു പോസിറ്റീവായിട്ട് എനർജി ഫീൽ ചെയ്യാണ് നമുക്ക് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അക്യുപഞ്ചറിസ്റ്റുകൾ ചിലപ്പം കളിച്ചേക്കും, എന്തെങ്കിലും ക്ലാസ്സിന് പോകുമ്പോ ഏതെങ്കിലും സാറുമാർ ഇട്ടെന്നോക്കും. വേറെ ആരും കളിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മള് ജോലി കഴിഞ്ഞ് വന്നാൽ എത്ര സമയം ഇരിക്കുന്നു, അല്ലേ? വെറുതെ ആ കസാലയില ഫോണും എടുത്തിട്ട് എത്ര നേരം ഇരിക്കുന്നു. ആ സമയമൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് തുള്ളി നോക്കോണ്ടു. ഓട്ടോമാറ്റിക്കലി ആ വീട്ടിൽ ഇല്ലോരും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കരുതും, എന്താ വരും പറ്റിയെന്നൊക്കെ കരുതുമ്മ.
എന്താ 2 ദിവസമായിട്ട് ക്ലാസ് ഒക്കെ കേട്ടിട്ട് ആകെ മാറിയിക്കല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ അവര് പറഞ്ഞോട്ടെ. ഒരു ഫസ്റ്റത്തെ ദിവസം നിങ്ങൾ കളിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ അനങ്ങുമ്പോ രണ്ടാമത്തെ ദിവസം അവർക്കും ഒരു പൂതി ഉണ്ടാവൂലേ? ഉണ്ടാവില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാര്യക്കാണെങ്കിൽ ഭർത്താവിനാണെങ്കിൽ അവർക്കും ഒരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ ഒന്ന് നമ്മൾ പങ്കാളികളാവാൻ ശരിയാ. അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഫാമിലിയെയും കൂട്ടി ഒന്ന് പുറത്തു പോവാ, മക്കളെ കൂട്ടി ഒന്ന് പുറത്തു പോവാ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ്. എപ്പോഴും നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾ ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് തിരക്കുള്ള ആളായിരിക്കും, എല്ലാം നമ്മളാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആത്മാവിന് നമ്മളൊരു ഫ്രീഡം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ വല്ല ഗുണമുണ്ടോ? ഒരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നോണ്ട്, ഒരു കാര്യമല്ല. അപ്പൊ ഒന്ന് മാറി ചിന്തിക്കുക, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുക, ആത്മാർത്ഥമായിട്ട് ചികിത്സയെ കാണുക, ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നതിലോ ആ ഒരു കാര്യം ഹീലിംഗിന്റെ കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരാള് സുരേന്ദ്രേട്ടൻ പറയൂ. സെൽഫ് ഹീലിംഗില് നമ്മുടെ DU20 മുതൽ ഏത് ഭാഗത്തേക്കാണ് ലൈൻ കൊടുക്കേണ്ടത്? എങ്ങനെയാ? നേരെ പോട്ടെ കേട്ടോ. DU20 മുതൽ നേരെ മുന്നിലൂടെ DU20 ഉള്ളിലൂടെ നമ്മൾ ഇറക്കുകയാണ്. ഏതുവരെ കൊടുക്കണം? താഴ്ഭാഗം വരെ നമ്മുടെ ശരീരത്തേക്ക് മൊത്തമായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ നെറുവിൽ നിന്നും കാലിന്റെ തള്ളവിരലിന്റെ തുമ്പിലേക്ക് വരെ നമ്മൾ എത്തിക്കണം ആ എനർജിയെ. ക്ലിയർ ആയോ? ഇവിടെ നിന്നും മൊത്തമായിട്ട് നമ്മുടെ ശരീരത്തിനെ മൊത്തമായിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അല്ലെ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. നമ്മുടെ അക്യൂപഞ്ചർ സിസ്റ്റം പ്രകാരം നമ്മളിപ്പോ എല്ലാവർക്കും പോയോ? ഓക്കെ, നമ്മള് അക്യൂപഞ്ചർ സിസ്റ്റം പ്രകാരം ഒരു നീഡിൽ കൊടുക്കുന്നത് തലവേദനക്ക് നീഡിൽ കൊടുക്കുന്നത് തലവേദന മാറാൻ വേണ്ടിട്ടാണോ? അല്ല, എനർജി അല്ലല്ലേ? ഒരു മൊത്തം നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം പ്രശ്നത്തിനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അല്ലേ? അവിടെ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ആ ബുദ്ധിമുട്ടിനെ മൊത്തമായിട്ട് നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇനി എനിക്ക് ആ ദൂരത്തുള്ളവർക്ക് നമ്മൾ കൊടുക്കില്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ? ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ദൂരത്തുള്ളവർക്ക് നമ്മൾ ഹീലിംഗ് ചെയ്യല്ലേ, അപ്പൊ അതൊന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇപ്പൊ ഞാൻ റാഫിസ് നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാണ്. നിങ്ങള് പഠിച്ച് ഒരു ലെവലിൽ എത്തിയ ആളാണെങ്കിൽ, ഹീലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹീലിംഗ് എപ്പോഴും ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഫോട്ടോത്തിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അവരൊരു വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കയ്യിൽ എനർജിയുടെ ഒരു ബോള് അല്ലെങ്കിൽ എനർജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല, നമ്മൾ തുടക്കക്കാരാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു ഫോട്ടോ വാങ്ങണം. അവരുടെ ഫോട്ടോ എങ്ങനെയുള്ളത് വാങ്ങണം? ഫുൾ ഫോട്ടോ കിട്ടണം. പക്ഷെ ഫുൾ ഫോട്ടോ കിട്ടുമ്പോൾ അവരോട് കണ്ണടച്ച് അവരുടെ മുഖം നമുക്ക് കറക്റ്റ് കാണണം, അവരുടെ കൈയിന്റെ ഉൾഭാഗവും നമുക്ക് കാണണം. ആ രീതിയിലുള്ള ഒരു ഫോട്ടോ അവരോട് നമ്മൾ വാങ്ങാം. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട്, കാരണം നമ്മൾ ആദ്യമായി ചെയ്യുന്ന ആളുകളാവുമ്പോ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് റാഫിസ്താക്കൊക്കെ ഇവിടെ ഒരു പവർ ഉണ്ടാവും, അങ്ങനെ അക്യുപഞ്ചറിസ്റ്റ് ആണ്. ആ ഒരു പവറിങ് നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബ്ലൂ കളറിനെ അവരിലേക്ക് ആ എനർജിയെ നമ്മൾ പാസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് അവരോട് റെസ്റ്റ് എടുക്കാൻ പറയാം. ഈ ഒരു ഹീലിംഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആ ഒരു വൈബ്രേഷൻ നമുക്ക് വന്നോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ഹീലിംഗിനെ അവരിലേക്ക് 1-2 മിനിറ്റ്, നിങ്ങൾക്ക് എത്ര സമയമാണ് അത് അവരിലേക്ക് എത്തി എന്ന് ഫീൽ ചെയ്യുന്നത് അതുവരെ നിങ്ങൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഹീലിംഗിനെ പാസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യാം. അവരോട് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയാം. അവർ ഉറങ്ങി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പിന്നീട് അവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാണ്. താങ്ക് യു.
ഇനി അടുത്ത് ജൽസീന പറഞ്ഞോളൂ. യെസ് മാം. ഒരു ഹാളില് ഒരുപാട് പേഷ്യൻസിനെ നോക്കുമ്പോൾ 4 കോണുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് എനർജി പാസ് ചെയ്യാനാണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കൈ നിവർത്തി പിടിച്ച് 4 കോണുകളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ, അതോ എക്സ്ട്രാ 1ലേക്കാണോ കൊണ്ടുപോകേണ്ടത്? അതായത് ഒരു ഹാളിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കോണ് എന്ന് പറഞ്ഞത് എന്തിനറിയോ? ഈ ഹാളിലുള്ള എന്താ കോണ് നമ്മൾ തിരിച്ചിട്ടില്ലെങ്കിൽ ആ ഹാള് മുഖേന നമുക്ക് പുറത്തേക്ക് വഴിയുണ്ട് ഇല്ലേ? എല്ലായിടത്തും ഈ സംഭവം അങ്ങ് പോവും ഇല്ലേ? രോഗമില്ലാത്തവരടുത്തും രോഗമുള്ളവരടുക്കും വിചാരിക്കാത്തവരടുക്കും ഒക്കെ ഇത് വെറുതെ കൊടുക്കണേ നമ്മള്. അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമ്മളിത് കോണാക്കി തിരിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആളുകളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ ഉദ്ദേശിക്കൂലേ? ആ ഒരു വ്യക്തിയെ നമ്മൾ ഈ കോണിലേക്കാക്കി മാറ്റി, കോണ് മൊത്തമായിട്ടും. അപ്പൊ ആ കോണിന്റെ ഉള്ളിലുള്ള എല്ലാവരിലേക്കുമാണ് നമ്മൾ ആ ഹീലിംഗിനെ എത്തിക്കുന്നത്. അവരുടെയൊക്കെ നമ്മുടെ ശ്രദ്ധ അവരുടെ ഈ ഒരു പോയിന്റിലാണ്, അവിടെയുള്ള എല്ലാവരിലേക്കുമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എല്ലാവരുടെയും ആ കോണിലാണ് നമ്മൾ ആ പോയിന്റ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താണ്? ഈ ഒരു വ്യക്തികളിൽ ആ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് ആ വ്യക്തികളിലുണ്ട്. പക്ഷെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു കോണിലേക്കും കൂടി സ്പർശനം കൊടുത്തിട്ടായിരിക്കണം നമ്മൾ ഹീലിംഗ് കൊടുക്കേണ്ടത്. അത് പുറത്തേക്ക് പോകരുതെങ്കിലും ആ കോണിൽ തട്ടി ഈ അതിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാവർക്കും ഈ ഹീലിംഗ് എത്തുകയും വേണം. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്തില് നമ്മൾ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ കമറുദ്ദീൻ സാറിന് ഹീലിംഗ് ചെയ്യാണ്. എന്റെ അടുത്തിരുന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ശരിക്കും അദ്ദേഹത്തിന് അതിങ്ങനെ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ്. കൊടുക്കുന്ന നമുക്കും ഒരു ഫീലിംഗ് വരും. കാരണം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ ചിലപ്പോ എനിക്ക് കൊടുത്ത പാടെ ഞാൻ കഴിയും എന്റെ അതിന് റിമൂവ് ആയിട്ട് വരും. പെട്ടെന്ന് അവർക്ക് അത് പാസ് ചെയ്യും. ചിലപ്പോ ഒരു പിടുത്തുണ്ടാവും. ചിലപ്പോൾ 5 മിനിറ്റോളം 10 മിനിറ്റോളം 20 മിനിറ്റോളം ഞാൻ അവർക്ക് ഇങ്ങനെ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സിറ്റുവേഷന് വരാറുണ്ട്. അപ്പൊ ആ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കാർ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ അദ്ദേഹത്തിന് അത് കിട്ടി എന്നുള്ള ബോധം നമുക്ക് വരണം, വേണ്ടേ? അപ്പോഴാണ് നമ്മൾ ആ ഒരു എനർജിയെ അവിടുന്ന് എടുത്തു മാറ്റേണ്ടത്. മനസ്സിലായോ? ഫോട്ടോ വെച്ച് ഇനി ആർക്ക് ഹീലിംഗ് കൊടുക്കും. എങ്ങനെ ഫോട്ടോ വെച്ച് നമ്മുടെ ഹീലിംഗ് കൊടുക്കുമ്പോ വിദൂരത്തുള്ള പേഷ്യന്റ് കൈ മലർത്തി ഫോട്ടോ വെച്ച് ഹീലിംഗ് കൊടുക്കുമ്പോ കൈപ്പത്തിക്കുള്ളിലേക്കാണോ നമ്മുടെ ശ്രദ്ധ? കൈപ്പത്തിക്കുള്ളിലേക്കാണോ നമ്മുടെ ഹീലിംഗ് ആ ഒരു പവർ കൊടുക്കേണ്ടത്? ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഏതൊരാളെ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലേക്കും നമ്മൾ ഓരോ സന്ധികളിലൂടെയാണ് ആ എനർജിയെ പാസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആണോ? ബ്ലൂ ലൈൻ ഒക്കെ എന്ന് കിട്ടും? ബ്ലൂ ഒക്കെ എപ്പം കിട്ടും? എങ്ങനെ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ ബ്ലൂ കളറ് പറഞ്ഞല്ലോ, അതെപ്പോ കിട്ടും? ബ്ലൂ കളറ് അടുത്ത ക്ലാസ്സില് നമ്മൾ ഈ ബ്ലൂ കളർ നമ്മളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പൊ നമ്മുടെ കമറുദ്ദീൻ സാറിന്റെ കയ്യിലേക്ക് ഇവിടെ ഒരു വൈബ്രേഷൻ കറക്റ്റ് ഉണ്ടാവും ഇല്ലേ? ശരിക്കും നമ്മൾ ആ വൈബ്രേഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര വിദൂരത്ത് പിടിച്ചാലും ആ ഒരു പോയിന്റിൽ നമുക്ക് വൈബ്രേഷൻ അടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു വൈബ്രേഷൻ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്? ഇവിടെ എന്താ വൈബ്രേഷൻ നമ്മൾ കുത്തിവെച്ചതല്ല അല്ലെ? നമ്മുടെ മൈൻഡിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നമ്മൾ കൊണ്ടുവന്നു അല്ലേ? ഈ ഒരു സാധനം, ഈ ഒരു എനർജി നമ്മുടെ ഈ ിലേക്ക് നമ്മൾ കൊണ്ടുവന്നതുപോലെ ആ ഒരു ബ്ലൂ കളർ സഡേഷന്റെ കളറാണ്. ആ ഒരു ബ്ലൂ കളർ സഡേഷന്റെ കളറാണ്. അല്ലെങ്കിൽ ആ ബ്ലൂ കളറ് മറ്റുള്ളവർക്ക് ഞാൻ ചികിത്സ നൽകുമ്പോൾ അവരുടെ രോഗം
ശമനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബ്ലൂ എനർജിയെയാണ് ഞാൻ അവർക്ക് കൈമാറുന്നത് എന്നത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് ഇടക്ക് നമ്മളിങ്ങനെ ആവർത്തിക്കണം. അങ്ങനെ ആ ഒരു ബ്ലൂ കളർ നമ്മുടെ മൈൻഡിലേക്ക് അടിച്ചു കയറിയാൽ, അല്ലെങ്കിൽ അത് നമുക്കൊരു എപ്പോഴും പെട്ടെന്ന് എന്നോട് ഒരു അസുഖം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താണ് അവരുടെ പ്രശ്നം, ചിലപ്പോ നമുക്കത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാ നമ്മളെ ഇടയ്ക്ക് ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹീലിംഗ് കൊടുക്കണം, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാം, സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാം. അതിനൊരു പ്രയാസമല്ല, ഉണ്ടോ? പ്രയാസമല്ല. സ്വന്തമായിട്ടൊന്ന് ഹീലിംഗ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം കിട്ടാതിരിക്കാൻ വഴിയില്ല. കാരണം നമ്മളുടെ ആത്മാർത്ഥതയും നമ്മളുടെ പ്രയത്നവുമാണ് വിജയം. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വാങ്ങുന്ന സാധനമല്ല, നമ്മളിൽ നിന്നും ഉണ്ടാക്കുന്ന സംഭവമാണ്. മാഡം, ഈ ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്യുമ്പോ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറുമോ? കോമൺ എല്ലാ അസുഖങ്ങളും തീർച്ചയായിട്ടും മാറൂല്ലേ? എല്ലാ അസുഖങ്ങളും. കാരണം നമ്മൾ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മള് ഈ DU20യിലേക്ക് വിഷ്വലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അവിടുന്ന് നേരെ താഴോട്ട് പോവാന്നുള്ളത് അതെ അതെ അതെ. അപ്പൊ അതിൽ കൂടെ പോകുന്നാണ് പറയുന്നത്. നമ്മളവിടെ നമ്മുടെ മനസ്സിൽ അതിന് അതെ അതെ അതിലൂടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ കാലിനൊക്കെ കാൽപാദം ഫ്രീ ആക്കി ഇടാൻ പറയുമ്പോൾ നിങ്ങളത് ശരിക്കും അത് മെഡിറ്റേഷൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും നിങ്ങൾ കുഴഞ്ഞു പോലെ തോന്നും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം നമ്മുടെ ശരീരം മൊത്തമായിട്ട് എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചതുപോലെയാണ് ശരിക്കും മെഡിറ്റേഷൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സുഖം. നമ്മൾ എത്ര ടെൻഷനുള്ള ആളായിക്കോട്ടെ, എന്ത് പ്രതിസന്ധിയുള്ള ആളായിക്കോട്ടെ, അപ്പൊ ഈ ബ്ലൂ കളർ മറ്റുള്ളവർക്കും ചെയ്യാൻ പറ്റുമോ? അപ്പൊ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ആ ബ്ലൂ കളറാണ് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞ മറ്റുള്ളവരിലേക്ക് ഭാഗത്ത് വെച്ചിട്ട് അവർക്ക് അവിടേക്കാണ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത്. അവരോട് പറയൊന്നും വേണ്ട കേട്ടോ, ബ്ലൂ കളറാണ് അവരോടൊന്നും പറയരുത് കേട്ടോ. അത് മനസ്സിലായി. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കളറ് നമ്മള് കയ്യിൽ വിഷ്വലൈസ് ചെയ്തിട്ടാണോ അവർക്ക് അവരെ ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് കണ്ടിട്ടാണോ ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അവര് ആ ഒരു വ്യക്തിയെ ഇപ്പൊ ജിഷ മാമിന് എന്തോ ഒരു അസുഖം ഉണ്ട്, നിങ്ങൾ എന്നോട് അസുഖം പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലേക്ക് നിങ്ങൾ വന്നു അല്ലെ, നിങ്ങൾ എന്റെ മുന്നിലേക്ക് വന്നു, ഞാൻ നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യാണ്. ഞാൻ ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസുഖത്തിനെയാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളുടെ അസുഖത്തിൽ നമ്മൾ കണക്കാക്കിയ ആ ബിന്ദുവിലേക്കാണ് എന്റെ നോട്ടം. ആ ബിന്ദുവിൽ നിന്നും ആ ഒരു ബ്ലൂ കളറിനെ, ആ ഒരു എന്റെ അടുത്തുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ, ഞാൻ ഇത്ര കാലത്തോളം കാത്തു സൂക്ഷിച്ച എന്റെ ആ ഒരു എനർജി ഹീലിംഗിനെയാണ് നിങ്ങളുടെ അസുഖം ശമനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഹീലിംഗിനെ ഇങ്ങനെ പാസ് ചെയ്യാണ്. അത് ഇവിടെ നിന്നും നിങ്ങളുടെ ഓരോ ഞരമ്പുകളുടെയും ഓരോ സന്ധികളിലൂടെയും അതിന്റെ എനർജിയെ ആ ഒരു രോഗശമനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വിഷ്വൽ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നമ്മളത് കാണണം. നമ്മുടെ കണ്ണിലൂടെ നമ്മളത് കാണാൻ നമുക്ക് കഴിയും. അതാണ് ഞാൻ ചോദിക്കുന്നത്. വിഷ്വലൈസ് ചെയ്യാണോ മറ്റുള്ളവരെ ആ നമ്മുടെ ഇവിടുന്ന് മുതൽ താഴോട്ടേക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് എടുക്കല്ലേ ചെയ്യുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് മരുന്നൊന്നല്ലല്ലോ കുത്തിയിറക്കാനില്ലേ, അവരുടെ ഇവിടെ കൊണ്ടിട്ട് സൂചി എത്തിയിട്ട് ഇങ്ങനെ ഞരമ്പുകൾ കൂടെ ഇറക്കാൻ മരുന്നൊന്നല്ല. നമ്മൾ ചെയ്യുന്നത് എനർജിയാണ്. അത്രമാത്രം നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ പവർ ഉണ്ടെങ്കിൽ മാത്രല്ലേ അത് ഹീൽ ആവുള്ളൂ അവരില്. നമ്മളേ അതെ, അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത്. അതെ, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിവസത്തെ ക്ലാസ് ഇപ്പൊ ഞാനൊക്കെ ഈ ഹീലിംഗ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഹീലിംഗ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു ദിവസത്തെ ക്ലാസ് കേട്ടിട്ട് പിറ്റത്തെ ദിവസം കൊടുക്കുകയാണ്. ചില ആളുകൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ നമ്മൾ അത് ഒരു ആത്മാർത്ഥം, നമ്മൾ ഡെയിലി ഇത് പരിശ്രമിച്ചു വരുന്നുണ്ട് ഇല്ലേ. ഏകദേശം ഒരു 5 വർഷമായിട്ട് കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്തു വരുന്ന ആളാണ് ഞാന്. EFT കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പൊ കറക്റ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് നേടിയെടുക്കാം, എങ്കിലും നമുക്ക് നേടിയെടുക്കാം. എങ്ങനെ? നമ്മളിപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വിഷയം പഠിച്ചു അല്ലെ,
ഇന്ന് മുതൽ നമ്മൾ കറക്റ്റ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ? ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയൂലേ? ഓക്കെ മാം, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. കഴിയൂലേ? ചെയ്യലുണ്ട്. ആ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ആ സജീന്ത പറഞ്ഞോളൂ. സമയം ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാലും മതി. അതെ, എന്റെ ഡൗട്ട് ഇപ്പൊ നമ്മൾ എനർജി കൊടുക്കുന്ന ഒരാള്, സ്വീകരിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു കൂട്ടം പേഷ്യൻസ് ഡിസ്റ്റന്റ് ഹീലിംഗ് ആവുമ്പോഴ്, അപ്പൊ ഈ എനർജി സംഭരിക്കാനുള്ള മാധ്യമം അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസിലേക്ക് അത് എത്തുക എന്നുള്ള ഒരു ഡൗട്ട്. ഒന്നും എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല. ഇത് വേറെ നിങ്ങളെ ഭാഷയുടെ കുഴപ്പമാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ? അല്ല, നമ്മള് എനർജി കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ഒരാള് ഹീലർ, റിസീവ് ചെയ്യാനായിട്ട് സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്ന പേഷ്യന്റ്. അപ്പൊ ഡിസ്റ്റന്റ് ഹീലിംഗ് ചെയ്യുമ്പോഴ് ഈ എനർജി അവരിലേക്ക് എത്തുന്ന മാധ്യമം അതൊരു കുസൃതി ചോദ്യമായിട്ട് കരുതണ്ട, എങ്ങനെ ഈ വഴി അറിയാം എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഈ എനർജിക്ക് പോകാനായിട്ട് അതെ, അതായത് കൊല്ലത്തിരിക്കുന്ന ആളിന്, അതായത് വിദൂരത്തുള്ള ആളുകൾക്ക് ഓക്കെ സജീന്ത പറയുന്നതാണ് അല്ലേ? ഇപ്പൊ സജീന്തക്ക് അറിയാലോ, ഹലീലിക്കാക്ക് അന്നെന്തോ നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു പ്രശ്നം വന്നു, ഹീലിംഗ് ചെയ്തു, അദ്ദേഹത്തിന് അന്ന് ആശ്വാസം കിട്ടി എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ വന്ന കാര്യമാണോ? അതെ അതെ അല്ലേ? ആ അപ്പൊ അത് അപ്പൊ നമ്മളിവിടെ എന്താണ്, ഞാനിപ്പോ ഇത്രയും പറഞ്ഞു, നമ്മളതൊക്കെ വിഷ്വലി ചെയ്യാണ് അല്ലെ? നമ്മള് കണ്ണിൽ കാണാണ്. ഈ വിദൂരത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ എന്റെ അരികിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മനസ്സിലാക്കണം, ഞാൻ എന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നുള്ളത്. എന്റെ മുന്നില് അദ്ദേഹം ഇരിക്കുന്നതാണ് ഞാൻ വിഷ്വൽ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ വിദൂരത്തൂടെ ഇങ്ങനെ ബസ് കയറി പോന്നല്ല കൊടുക്കുന്നതാണോ? അല്ല, എന്റെ തൊട്ടടുത്തുനിന്നാണ് ഞാൻ അദ്ദേഹത്തിന് ആ ഹീലിംഗ് കൊടുക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? അതായത് ഇത് സാധാരണ നമ്മൾ വിഷ്വൽ ചെയ്ത് കാണുകയാണ്. എങ്ങനെ റാഫിസ? അത് ഹീലർക്ക് നല്ല പവറുള്ള ആളാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആളരികിലെത്തും. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ അടുത്തിരുത്തി നമുക്ക് തൊട്ടടുത്തിരുത്തി കൊടുക്കാൻ പറ്റണം. അപ്പൊ അവരതിന്റെ മീഡിയം ഏതാന്ന് വെച്ചാൽ മീഡിയം ഏത് വഴിയാണെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആളെ നമ്മൾ അടുത്തിരുത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ 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 അതെ, നമ്മളടുത്ത് നമ്മള് വേറെ എവിടെയും പോകുന്നില്ല കേട്ടോ. അതെ അതെ തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മനസ്സും അതെ 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 നമ്മള് ശരിക്കും പറഞ്ഞാല് ഏതൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ആളൊരു പവർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് അതില്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു മുന്നേ ഒരാള് മരിക്കാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാനാ പറഞ്ഞത്. മനസ്സിലായോ? കുടുംബത്തിൽ നിന്ന് ആള് വിളിച്ചിട്ട് ഒന്ന് പരലോക വിജയത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഹീലിംഗ് ചെയ്തു തരുമോ മാം എന്നാ ചോദിച്ചത്. കാരണം അത്രത്തോളം പ്രയാസപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. എന്തായാലും നമ്മള് മരിക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഹീലിംഗ് ചെയ്യുന്നത്? ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലെ? നമ്മൾ അവരുടെ ആ ഒരു പേഷ്യന്റിന് എന്താണോ അവർക്ക് വേണ്ടതിൽ, എന്താണ് അവരിലേക്കുള്ള ഹൈറ്, അതിനെയാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഞാൻ അവരെ ജസ്റ്റ് അവരുടെ ഫോട്ടോ ഒക്കെ കണ്ട ഒന്ന് നോക്കുന്ന സമയത്ത് അവരുടെ എല്ലാ ഭാഗങ്ങളും തളർന്നു പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് എനർജി ഉള്ളൂ, ബാക്കിയൊക്കെ തളർന്നിട്ടുണ്ട്. നമ്മൾ ഡീപ്പായിട്ട് പഠിച്ച് നമുക്ക് കറക്റ്റ് ഒരാളെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനത്തെ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഞാൻ എന്തായാലും ഹീലിംഗ് കൊടുത്തു.
ദൈവാനുഗ്രഹം എന്ന് പറയാ. പിറ്റത്തെ ദിവസം സുബഹിയോട് കൂടെ അദ്ദേഹം മരണപ്പെട്ടു. അവര് സന്തോഷത്തോടെയാണ് ആ വാർത്ത തന്നെ അറിയിച്ചത്. ഞാൻ പറയുന്നത് ഞാൻ ഹീലിംഗ് ചെയ്തോണ്ടൊന്നും ആവില്ല. പക്ഷെ അവര് എന്നോടത് പറഞ്ഞപ്പോ അവർക്കൊരു ആശ്വാസം, അത്രേ ഉള്ളൂ. കാരണം ആ ഒരു വ്യക്തിക്ക് അപ്പം മരണമാണ് അവിടെ വേണ്ടത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്, അറിയില്ലേ? മരിക്കുന്നില്ല, എന്നാൽ മരിച്ച പോലെ. ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തില്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഹീലിംഗ് വളരെ പവർഫുൾ ആണ് ശരിക്കും പറഞ്ഞാല്. എല്ലാം കൊണ്ടും നമ്മള് ഒന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മീയതയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവികമായിട്ടുള്ള എല്ലാ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തണം. അതിന് നമ്മളൊന്ന് മാറണം എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മള് വിഷ്വൽ ചെയ്ത് കാണുന്ന, ഞാൻ പറഞ്ഞു നമ്മുടെ ആത്മാവിനെ സ്റ്റാർ ആക്കി കൊണ്ടിരുന്ന ഒരു സിസ്റ്റം പറഞ്ഞില്ലേ, ആ സമയത്ത് ആ സ്റ്റാർ നമ്മുടെ ശരീരത്തിലൂടെ എങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും. വളരെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അപ്പോ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് ഞാൻ ഇത്ര നേരം ക്ലാസ് എടുത്തത് ഹസ്ബൻഡ് ഇല്ലാതെയാണ്. അപ്പൊ ചെറിയ മോനെ 8 വയസ്സായ ആളടുത്ത് അടുത്ത നേരം ആക്കിയത്. അപ്പൊ കുറെ നേരം അവൻ പിടിച്ചിരിക്കുന്നത്, ദേഷ്യം വന്ന് വാതിലെ കുറക്കെ അടക്കുന്നുണ്ട്. കാരണം അവന് ഇത്ര നേരം പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ചോദിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് കിട്ടുന്ന എന്റെ അറിവ്, അത് എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയും ചെയ്യും. എനിക്കറിയില്ല, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടോ എന്ന് പറയും. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്നത് പല മേഖലകളാണ്, പല ആളുകളിൽ നിന്നാണ് പഠനം. അപ്പൊ പല അറിവുകളാണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ പഠിച്ച മാതിരിക്കാവില്ല നിങ്ങൾ പഠിച്ചിരിക്കാം. അറിവുകൾ വ്യത്യസ്തമാണ്. ഓക്കെ, എന്തെങ്കിലും ഞാൻ ക്ലാസ് എടുത്തപ്പോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാൻ നിങ്ങൾ അർഹരാണ്. കാരണം നിങ്ങളെല്ലാരും എന്റെ എന്താ പറയാ, എന്റെ ഒരു ആത്മസുഹൃത്തുക്കളാണ് ശരിക്കും. അപ്പോ എന്നിൽ വന്ന എന്തെങ്കിലും തെറ്റുകള് നിങ്ങൾക്കും പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ഗ്രൂപ്പിൽ ചോദിക്കൂട്ടോ. ഓക്കെ, വലൈക്കും ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. ജസാക്കല്ലാഹു ഖൈറൻ.